മികച്ച NABL അക്രഡിറ്റഡ് ലാബുകളുമായി സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു. കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും. MHL സ്മാർട്ട് ലാബ്സ്. ജനകീയ സമരം വിജയം കണ്ടു. മണൽ ഖനനം അവസാനിപ്പിച്ചു. പുല്ലൂറ്റ് കടുത്ത പാരിസ്ഥിതിക ആഘാതം സൃഷ്ടിച്ചുകൊണ്ട് കനോലി കനാലിൽ പുല്ലൂറ്റ് മഞ്ഞനപ്പള്ളി പ്രദേശത്ത് മാസങ്ങളായി നടത്തിവരുന്ന മണൽ ഖനനം അവസാനിപ്പിച്ചു. മഞ്ഞനക്കാട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ, വാർഡ് കൗൺസിലർ അനിത ബാബു, ജനകീയ സമിതി അംഗങ്ങൾ, നാട്ടുകാർ, രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. നാട്ടുകാരുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് സ്വിസ് ഇൻഫ്രാ വെഞ്ചേഴ്സ് കമ്പനി GM അഭിഷേക് PV മണൽ ഖനനം അവസാനിപ്പിച്ചതായി അറിയിച്ചു. ഡ്രഡ്ജിംഗ് സാമഗ്രികളും ശേഷിക്കുന്ന മണലും ഏതാനും ദിവസങ്ങൾക്കകം നീക്കം ചെയ്യുമെന്ന് കമ്പനി അധികൃതർ ഉറപ്പു നൽകി. ദേശീയപാത 66ന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കഴിഞ്ഞ 8 മാസത്തോളമായി കനോലി കനാലിൽ പുല്ലൂറ്റ് മഞ്ഞനക്കാട് ഭാഗത്തു നിന്നും മണലെടുപ്പ് തുടങ്ങിയിട്ട്. വളരെ ഇടുങ്ങിയ ഈ വഴിയിലൂടെയുള്ള മണൽക്കടത്ത് മൂലം ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയായിരുന്നു. പ്രദേശത്തെ പല ആളുകൾക്കും ശ്വാസം മുട്ടലും വിട്ടുമാറാത്ത ചുമയുമാണ്. പല വീട്ടുകാരും മാറാത്ത രോഗം കാരണം വാടക വീടുകളിലേക്ക് മാറേണ്ടി വന്നു. പല വീടുകളുടെയും മതിലുകൾ ഇടിഞ്ഞു വീഴാറായി നിൽക്കുകയാണ്. വീടുകൾക്കും വിള്ളൽ വീണു തുടങ്ങി. ശുദ്ധജല സ്രോതസ്സുകളിൽ ഉപ്പ് കയറാൻ തുടങ്ങി. കടുത്ത വേനൽ കൂടി വരുന്നതോടെ സമീപത്തെ കിണറുകളിൽ ഉപ്പുവെള്ളമാകും. ഖനനത്തിന് ശേഷം വരുന്ന ചെളിവെള്ളം തിരിച്ച് പുഴയിലേക്ക് തള്ളുന്നത് കാരണം മത്സ്യസമ്പത്ത് നഷ്ടപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലായി. കനോലി കനാലിന്റെ ഈ ചെറിയ പ്രദേശത്ത് നിന്ന് മാത്രം ഡ്രഡ്ജിംഗ് നടത്തിയ ആയിരക്കണക്കിന് ലോഡ് മണ്ണ് ഇവിടെ നിന്നും കൊണ്ടുപോയിട്ടുണ്ട്. ഇത്രയും മണൽ ഇവിടെ നിന്നും എടുത്തതോടെ കരയുമിടിഞ്ഞ് വെള്ളത്തിലായി തുടങ്ങി. ഈ പ്രശ്നത്തിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ സമിതി രൂപീകരിച്ച് മാസങ്ങളായി സമരമുഖത്തുണ്ടായിരുന്നു. കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി നാടിന്റെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ നടത്തിയ യോഗത്തിൽ പ്രദേശവാസികളായ നിരവധി ആളുകൾ പങ്കെടുത്തു. മുൻ കൗൺസിലർമാരായ PN വിനയചന്ദ്രൻ, CK രാമനാഥൻ, ജനകീയ സമിതിക്ക് വേണ്ടി TA നൌഷാദ്, ES സഗീർ, അനിൽകുമാർ, നസീമ നവാസ്, PJ ഹഫ്സത്ത്, ES സിറാജ്, AM അബ്ദുൾ ജബ്ബാർ, PS സത്താർ, PJ ഷെഫീഖ്, M രാജീവ്, KM റഫീഖ്, PA വാഹിദ്, മുഹമ്മദ് വല്ലത്തുപടി, AK ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. പുല്ലൂറ്റ് ഉഴുവത്തടവ് ഭാഗത്തെ കടവാണ് കാണുന്നത്. കഴിഞ്ഞ 6 മാസമായിട്ട് ഇവിടെ ഹൈവേക്ക് ഫില്ലിങ്ങിന് വേണ്ടി ഡ്രഡ്ജ് ചെയ്ത് മണ്ണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പുഴയിൽ നിന്നും മണ്ണെടുക്കുന്നത് സ്വാഭാവികമാണെങ്കിൽ പോലും ഇവിടെ കഴിഞ്ഞ 6 മാസമായിട്ട് ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ വളരെ ശക്തിയായിട്ടുള്ള പ്രതിഷേധമുണ്ട്. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് സംബന്ധിച്ചുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്കൊക്കെ തന്നെ വളരെ അസുഖം വരുന്നവർ, വീടുകൾക്കൊക്കെ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. പുഴയിലാണെങ്കിൽ മത്സ്യങ്ങൾ ചത്തുപോകുന്നു. അങ്ങനെ ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ഒരു പ്രതിഷേധമാണ് ഇവിടെ കണ്ടത്. എന്തായാലും ഇനി ഡ്രഡ്ജിങ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഉറപ്പ്. സാരി സെലക്ഷൻ കഴിഞ്ഞില്ലേ? എത്ര നേരായി? കല്യാണമൊക്കെ അല്ലേ അച്ഛാ? അപ്പോ ഏറ്റവും ബെസ്റ്റ് തന്നെ ആവണ്ടേ? ഇവരെയും കൊണ്ട് കല്യാണ സാരി വാങ്ങാൻ പോകുമ്പോ കാണാം നിങ്ങളുടെ പോക്കറ്റ് കാലിയാവുന്നത്. അത് ഉറപ്പല്ലേ? എന്നാലും ഏറ്റവും ബെസ്റ്റ് തന്നെ വേണം. ശരി ശരി അങ്കിൾ, പോക്കറ്റ് ഒന്നും കാലിയാവില്ല. ഏറ്റവും എലഗൻ ബെസ്റ്റ് സ്റ്റൈൽ ആൻഡ് ഡിസൈൻസും കിട്ടും. പക്ഷേ സ്വയംവര സിൽക്സിൽ തന്നെ പോണം. അതിന് ഞാൻ ഗ്യാരണ്ടി. സ്വയംവര സിൽക്സ്, മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്.